കാലാവധി പൂർത്തിയായ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഇന്ന് മുതൽ ഇന്ധനം ലഭിക്കില്ല. 10 വർഷം പൂർത്തിയായ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പൂർത്തിയായ പെട്രോൾ വാഹനങ്ങൾക്കുമാണ് നിയമം ബാധകമാവുക. വായു ഗുണനിലവാര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗത വകുപ്പും ഡൽഹി പോലീസും ചേർന്നാണ് നിയമം നടപ്പിലാക്കുന്നത്. അർജുൻ പീതാംബരനുണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി നിരവധി പേരെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഈ വായു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ വളരെ മോശം നഗരങ്ങളിൽ ഒന്ന് ഡൽഹി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടതുണ്ട് എന്നും തോന്നുന്നു, അല്ലേ അർജുൻ? അനിവാര്യമായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ആളുകളെ ബാധിക്കും. പക്ഷേ എല്ലാ ആളുകളെയും ബോധവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിലെ 500-ൽ പരം വരുന്ന പെട്രോൾ പമ്പുകളിലെല്ലാം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പെട്രോൾ പമ്പാണ് ഇവിടെ. ഇപ്പോൾ നിലവിൽ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ 15 വർഷത്തിൽ താഴെ മാത്രം പൂർത്തിയായിട്ടുള്ള പെട്രോൾ വാഹനങ്ങളും അതുപോലെ തന്നെ 10 വർഷത്തിൽ താഴെ മാത്രം കാലമായിട്ടുള്ള ഡീസൽ വാഹനങ്ങളുമാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പെട്രോൾ പമ്പിലേക്ക് മറ്റ് ഈ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. കർശനമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടെ ട്രാഫിക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സുരക്ഷ മാത്രമല്ല അവരുടെ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്കും ഇവർ തന്നെയാണ് പോകുന്നത്. ഭായ് സാബ്, ആജ് കുछ गाड़ी आया क्या? वो सर कोई गाड़ी नहीं है सर। ये अगर कोई गाड़ी आज आ जाता है तो क्या करने वाला है? अभी उसको इम्पोर्ट करना है। इम्पोर्ट करना है, चीज कर देंगे। अभी तक यहाँ पे कोई नहीं आया? कोई गाड़ी नहीं आया अभी तक। इस आसपास कोई गाड़ी नहीं, कोई नहीं आया अभी तक। എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെന്ന് പറയുന്നത് ഇത്തരത്തിൽ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സീസ് ചെയ്യും. പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സീസ് ചെയ്യുക. മാത്രമല്ല ഈ വാഹന ഉടമസ്ഥന് ഒരു ചലാൻ, ഒരു പിഴയും ചുമത്തുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഡൽഹി പോലീസും അതുപോലെ തന്നെ ട്രാഫിക് ഉദ്യോഗസ്ഥരും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തുന്ന നടപടികളാണ്. ഇത് വായു ഗുണനിലവാര കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇപ്പോൾ കാണുന്ന അവസ്ഥയായിരിക്കില്ല, മറിച്ച് പുകയുടെ വലിയ ശല്യം ഉണ്ടാവും. അതിൽ വലിയ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു തരത്തിലും ഈ വാഹനങ്ങളുടെ മലിനീകരണം, വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയുമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതായിരുന്നു വിലക്കിരുന്നത്. ഇപ്പോൾ ഡൽഹിക്ക് അകത്തുള്ള വാഹനങ്ങളിലേക്കും ഇത്തരത്തിൽ നടപടികൾ വരുന്നു. ഒന്നും ഇനി പുറത്തിറക്കേണ്ട എന്നുള്ള നടപടിയിലേക്കാണ്, ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. പുറത്തിറക്കുന്ന ഓരോ വണ്ടികളും ഇനി കണ്ടെത്തി അത് സീസ് ചെയ്യുക, പൊളിച്ചെടുക്കുക എന്നുള്ള തീരുമാനമാണ്. മാത്രമല്ല CCTV ക്യാമറകളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ പെട്രോൾ പമ്പുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി അർജുൻ, ഡൽഹിയിൽ അനിവാര്യമായൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്.